ഗുഡ് മോർണിംഗ്. ഈ ഒരു എയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ നിർമ്മിച്ച എ ടീച്ചറാണ് എജുബോട്ട് എ. ഈ ഒരു എ ടീച്ചറെ കൊണ്ട് ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഒഴിവു സമയങ്ങൾ കൂടുതൽ വിജ്ഞാനപ്രദമാക്കാൻ ഈ ഒരു എ ടീച്ചർ കുട്ടികളെ സഹായിക്കും. ഈ ഒരു എ ടീച്ചറിൽ വെക്കുന്നതിലൂടെ ഇതിൽ ധാരാളം അഡ്വാൻസ്ഡ് ആയ ഫീച്ചറുകൾ അടങ്ങിയിട്ടുണ്ട്. എ ടെക്നോളജീസ് അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വീഡിയോ കോളിംഗ് ഫെസിലിറ്റി, കുട്ടികൾക്ക് ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ളത്, EV മോഡൽസ്, അങ്ങനെ ധാരാളം ഫീച്ചറുകൾ ഇതിലുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡ്, iOS എന്നീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്. എന്നാൽ എജുബോട്ട് എയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള എജുബോട്ട് OSലാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 2 കമ്പൈനഡ് ആപ്പ് കൂടെ വരുന്നുണ്ട്. ഒന്നാമത്തെ ആപ്പാണ് എജു കണക്ട്. ഈ ഒരു ആപ്പ് ടീച്ചേഴ്സിനുള്ളതാണ്. ടീച്ചേഴ്സിന് എജുബോട്ട് AI എല്ലാവിധ ഫീച്ചേഴ്സിന്റെ അഡ്മിൻ ആക്സസും ടീച്ചേഴ്സിന് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ കമ്പൈനഡ് ആപ്പാണ് എജുമേറ്റ്. ഈ ഒരു ആപ്പ് കുട്ടികൾക്കുള്ളതാണ്. എജുബോട്ട് AI ആർഡിനോ യൂനോ, മോട്ടോർ ഡ്രൈവർ, ബ്ലൂടൂത്ത് കൺട്രോളർ, RFID കാർഡ്, RFID റീഡർ, വൈഫൈ മൊഡ്യൂൾ എന്നീ ധാരാളം കമ്പോണന്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ 12ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഒന്നാമത്തെ ആപ്പാണ് EB സ്ട്രീം. ഇതൊരു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിലില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ലൈവായി ടീച്ചറെ കണ്ടുകൊണ്ട് തന്നെ അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ടീച്ചർ ഇനി ലൈവ് കോളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇൻഫോം ടീച്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ടീച്ചറുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയും ടീച്ചറിന് ആ സമയത്ത് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ആ ഒരു മെസ്സേജ്. അടുത്തൊരു ഫീച്ചറാണ് EB ഫയൽസ്. ഈ ഒരു ഫീച്ചറിലൂടെ ടീച്ചർക്ക് കുട്ടികൾക്കായുള്ള നോട്ട്സ്, ഓഡിയോ, വീഡിയോ, PDF അങ്ങനെ ഏത് ഫോർമാറ്റിലുള്ള ഫയലും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ലൈവായി തന്നെ ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാനും അവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നോട്ട്സ് ആണെങ്കിൽ എഴുതിയെടുക്കാനോ സാധിക്കും. ടീച്ചർക്ക് ടീച്ചറുടെ ആപ്പായ എജു കണക്ട് വഴിയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ആപ്പാണ് സ്കൂൾ റിസോഴ്സസ്. ഇത് നമ്മുടെ സ്കൂളിന്റെ ഒരു ആപ്പാണ്. അതായത് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലൈവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കുട്ടികളിലേക്ക് ഈ ഒരു ആപ്പിലൂടെ എത്തുന്നതാണ്. കൂടാതെ സ്കൂളിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, പോസ്റ്റ് എന്നിവ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ലൈവായിട്ട് ഈ ഒരു ആപ്പിലൂടെ അറിയുവാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് EB മോഡൽസ്. ഈ ഒരു ഫീച്ചറിലൂടെ കുട്ടിക്ക് തന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫോട്ടോസ് എല്ലാം 3D രൂപത്തിൽ കാണാനും അവയുടെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാനും സാധിക്കും. എക്സാമ്പിൾ നമുക്ക് ലെൻസിന്റെ ഫോട്ടോ, ബയോളജിക്കൽ, കെമിസ്ട്രിയിലാണെങ്കിൽ അങ്ങനത്തെ ധാരാളം ഫോട്ടോ കാണാൻ സാധിക്കും. അടുത്ത ഫീച്ചറാണ് EB ഡൂഡിൽ. ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള ബ്ലാക്ക് ബോർഡിന്റെ ഒരു ഡിജിറ്റൽ വേർഷൻ ആണ്. അതായത് ഒരു വൈറ്റ് ബോർഡ്. ഈ ഒരു വൈറ്റ് ബോർഡിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറിന് ടീച്ചറുടെ ആപ്പായിട്ടുള്ള എജു കണക്റ്റിൽ നിന്നും ക്ലാസ് റൂമിന്റെ എവിടെ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് ബോർഡിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു വൈറ്റ് ബോർഡിനെ ഡയറക്റ്റ് ആയി പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ വരക്കുന്നത് ഈ ഒരു എജുബോട്ട് എയുടെ സ്ക്രീനിലൂടെ കാണാവുന്നതാണ്. അടുത്ത ഫീച്ചറാണ് EB ലൂഡ്. കുട്ടികളുടെ ഒഴിവ് സമയങ്ങളിൽ അവർക്ക് ക്രാഫ്റ്റുകൾ ചെയ്തുകൊണ്ട് ആ സമയം അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഓരോ ക്രാഫ്റ്റും ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് അത് നിർമ്മിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്.
അടുത്തൊരു ഫീച്ചറാണ് EB അറ്റൻഡൻസ്. ഈ ഒരു ഫീച്ചറിലൂടെ കുട്ടിക്ക് തന്റെ സ്വന്തം ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ടാപ്പ് ചെയ്യുകയാണെങ്കിൽ RFID സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കായി മാർക്കാവുന്ന അറ്റൻഡൻസ് ടീച്ചർക്ക് സ്വന്തം ആപ്പായ എജു കണക്റ്റിലൂടെ കാണാനും കുട്ടിക്ക് ഈ സ്ക്രീനിലൂടെ ലൈവായി കാണാനും സാധിക്കും. ഇതാണ് ആ ID കാർഡ്. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായി ലൈവായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു ഫീച്ചറാണ് EB ട്രാൻസ്ലേറ്റർ. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് മറ്റുള്ള ഭാഷകളെ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഭാഷയെ കുറിച്ച് അല്ലെങ്കിൽ വേറൊരു ഭാഷയിലേക്ക് ഏതെങ്കിലും വാക്കുകൾ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചറും ഈ ഒരു ആപ്പിൽ അടയുന്നുണ്ട്. ഈ ഒരു ആപ്പിന്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യമായ ലാംഗ്വേജസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ അറബിക്, സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ്, തെലുങ്കു, ഇങ്ങനെ ആവശ്യമുള്ള എല്ലാവിധ ഭാഷകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അവിടെ ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സുപ്രഭാതം എന്നാണ് മലയാളത്തിൽ ഇതിൽ കാണിക്കുന്നത്. അടുത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ട് EB Chat. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുട്ടിക്ക് ടീച്ചറുമായി അത്യാവശ്യ സാധനങ്ങൾ മെസ്സേജ് അയക്കാനുള്ള സംവിധാനമാണ് ഇരിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ അസുഖമാണ് എന്തെങ്കിലും കാരണം നമുക്ക് അത്യാവശ്യമായി മെസ്സേജ് അയക്കണമെങ്കിൽ ഇതുവഴി അയക്കാം. അയക്കുന്ന മെസ്സേജ് കുട്ടിയുടെ പേരും കുട്ടിയാണ് അയക്കേണ്ടത്. മോൾ പേര് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടിയിൽ എന്താണ് മെസ്സേജ് ഇതൊന്നും അയക്കാം. കൂടാതെ ഇതുപോലെ ടീച്ചർക്കും എന്തെങ്കിലും അത്യാവശ്യമായി കുട്ടിക്കുള്ള മെസ്സേജ് ഇതിലേക്ക് അയക്കാവുന്നതാണ്. ടീച്ചർ ഗുഡ് മോർണിംഗ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സിമ്പിളായി കുട്ടികൾക്ക് അയക്കാവുന്നതാണ്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് EB അസിസ്റ്റന്റ്. ഇതൊരു AI പവർഡ് ആപ്ലിക്കേഷനാണ്. കുട്ടിക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും ഈ ഒരു എജുബോട്ട് AI എന്ന AI ടീച്ചറോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൃത്യമായി AI ടീച്ചർ കുട്ടികൾക്ക് ലഭിക്കും. അത് ടെക്സ്റ്റ് ആയും ഓഡിയോ ആയും ലഭിക്കും. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ AI ടീച്ചർ കുട്ടികളെ സഹായിക്കും. ഇപ്പോൾ അവരുടെ അംബീഷൻ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ചെയ്യേണ്ടത്, അവരെന്തൊക്കെയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത് വരെ കൊടുക്കും. കൂടാതെ കുട്ടിക്ക് എന്തെങ്കിലും അസൈൻമെന്റോ നോട്ട്സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു AI ടീച്ചർ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഹിൻസോ അല്ലെങ്കിൽ നോട്ട്സ് ആണെങ്കിൽ അതിനുള്ള കൃത്യമായ നോട്ട്സും കാര്യങ്ങളൊക്കെ ഈ AI ടീച്ചർ കൊടുക്കും. Hey teacher, who is the Prime Minister of India? ഓക്കെ, ഇതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. ഇതുപോലെ എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും കുട്ടിക്ക് ആസ്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു എജുബോട്ട് രണ്ട് കമ്പൈനഡ് ആപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആപ്പാണ് എജു കണക്ട്. ഈ ഒരു ആപ്പ് ടീച്ചേഴ്സിനുള്ളതാണ്. ടീച്ചേഴ്സിന് എജുബോട്ട് എയുടെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള എജുബോട്ട് സ്ട്രീം, പിന്നെ എജുബോട്ട് ചാറ്റ്, എജുബോട്ട് വൈറ്റ് ബോർഡ് എന്നീ ആപ്പുകളുടെ അഡ്മിൻ ആക്സസ് ആണ് ഈ ഒരു ആപ്പ് കൊടുക്കുന്നത്. കൂടാതെ ടീച്ചർക്ക് ഈ ഒരു എജുബോട്ട് എനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൂടെ ഈ ഒരു ആപ്പിൽ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾ ഏതൊക്കെ സമയത്താണ് ഈ ഒരു AI ടീച്ചറിനെ ഉപയോഗിച്ചത് എന്നറിയാനായിട്ട് ഇവിടെ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചറിന് ഏത് സമയത്തും കുട്ടികളെ നിരീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു EB അറ്റൻഡൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്തായി ഒരു RFID റീഡർ ഉണ്ട്. RFID റീഡർ ഞാൻ ESP8266 കണക്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടി ഇവിടെ RFID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊരു RFID ബേസ്ഡ് ഐഡന്റിറ്റി കാർഡാണ്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റായി RFID റീഡർ സ്കാൻ ചെയ്തതിന് ശേഷം അത് നേരെ ESP8266 ആ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു മെസ്സേജ് ഡയറക്റ്റായി ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ആവുകയാണ് ചെയ്യുന്നത്. അത് നേരെ ഈ ഒരു റീഡാവുന്ന ഡാറ്റ ഡയറക്റ്റായി ടീച്ചറുടെ ഫോണിലെ ആപ്പായ എജു കണക്ട് വഴി ടീച്ചർക്ക് കാണാവുന്നതാണ്. എജുബോട്ടയുടെ രണ്ടാമത്തെ കമ്പൈനഡ് ആപ്പാണ് എജുമേറ്റ്. ഈ ഒരു ആപ്പ് കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കാരണവശാൽ സ്കൂളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലൈവായിട്ട് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. കൂടാതെ ലൈവായിട്ട് നോട്ട്സ് കിട്ടും. നോട്ട്സ് നമുക്ക് PDF രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്യാം. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ഈ ഒരു ആപ്പിന്റെ സഹായത്തോടെ ഡയറക്റ്റ് ആയി ടീച്ചറുമായി ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു എജുമേറ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർക്ക് എപ്പോഴൊക്കെയാണ് കുട്ടികൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചതെന്നും കാണാൻ സാധിക്കും. ഈ ഒരു AI ടീച്ചർ സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ
കുട്ടികൾക്ക് പഠനവുമായുള്ള താല്പര്യങ്ങൾ കൂടാനും പഠനം കൂടുതൽ രസകരമായി അവർക്ക് തോന്നാനും കൂടാതെ അവർക്ക് കമ്പ്യൂട്ടർ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടാനുമെല്ലാം ഈ ഒരു ടീച്ചർ സഹായിക്കും. കൂടാതെ ഈ ഒരു ടീച്ചർ ഞങ്ങൾ ഒരു മൂവ്മെന്റ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്തത് ടീച്ചറുടെ ആപ്പായ എജു കണക്ട് വഴിയാണ്. ഇതിനായി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ആർഡിനോ യൂണോ മോട്ടോ ഡ്രൈവർ DC മോട്ടോഴ്സ് ഒരു 12 വോൾട്ട് ബാറ്ററിയാണ്. ചാർജബിൾ ഒരു 12 വോൾട്ട് ബാറ്ററി കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ടീച്ചറുടെ ഒരു കൺട്രോൾ മെനു. ഇതിന്റെ കണക്ഷൻ വരുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. ബ്ലൂടൂത്ത് വഴി നേരെ ടീച്ചർക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ടീച്ചറെ മൂവ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ടീച്ചറിന് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ബയോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും എന്തൊരു ചോദ്യം ചോദിച്ചാലും ഈ ഒരു ടീച്ചർ അതിനുള്ള ഉത്തരം പറയുന്നതാണ്. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്ക് ഡൗട്ട്സ് ടീച്ചറുമായിട്ട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് രസകരമായി ഈ ഒരു ടീച്ചറോട് ചോദിക്കാവുന്നതാണ്. അത് കുട്ടികൾക്ക് നോട്ട് ചെയ്യാവുന്നതും എല്ലാവിധ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഈ ഒരു ടീച്ചറെ ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഏതൊരു ലാംഗ്വേജുമായുള്ള ബോണ്ട് വർദ്ധിപ്പിക്കാൻ, അവർക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ വരെ ഈ ഒരു ടീച്ചർക്ക് കഴിയും. കൂടാതെ ഈ ഒരു ടീച്ചറുമായി സംസാരിക്കുന്നതിലൂടെ അവരുടെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ വർദ്ധിപ്പിക്കാനും കൂടാതെ ഈ ഒരു ടീച്ചറുമായിട്ട് ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. നന്ദി.